നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കങ്ങൾ. നമുക്കറിയാം, മുൻകൂർ ജാമ്യം കിട്ടുന്നു, അതിനുശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം കോടതി നൽകുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ, അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ തൻ്റെ പാസ്വേഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാസ്വേഡ് കൊടുത്ത് ഫോൺ പരിശോധനയ്ക്കൊന്നും തയ്യാറായിരുന്നില്ല. അതായത് തനിക്ക് അനുകൂലമായ തെളിവുകൾ ഫോണിലുണ്ട്, അത് പോലീസ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ നൽകാൻ അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്. എന്തായാലും ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കണം, ചോദ്യം ചെയ്യലിന് എത്തണം, ഇന്ന് നാളെ മറ്റന്നാൾ ദിനങ്ങളിൽ ചോദ്യം ചെയ്യലിന് എത്തണം എന്ന നിർദ്ദേശം എന്നൊരു ഉപാധി കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഫോണിൻ്റെ പാസ്വേഡ് നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നാം പരാതിക്കാരി പറയുന്നത് നഗ്ന ദൃശ്യങ്ങളുണ്ട്, അത് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിലുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതീവ രഹസ്യമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് എത്തിയത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. വെള്ളക്കാറിൽ സ്വകാര്യ വണ്ടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. നമുക്കറിയാം, അടൂർ ആ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വൈകുന്നേരം 4 മണിവരെ ചോദ്യം ചെയ്യൽ നടക്കും. ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, പോലീസ് ചോദ്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതാണ് രാഹുലിൻ്റെ ദൗത്യം. തീർച്ചയായിട്ടും എന്താണ് രാഹുൽ നൽകുന്ന മറുപടി? നിസ്സഹകരണമായിരിക്കുമോ? നേരത്തെയൊക്കെ പോലീസ് ആരോപിച്ചത് MLA ഒരു സഹകരണമില്ല ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടെന്നാണ്. ഇത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും സഹകരിക്കുമോ എന്നതും ചോദ്യം തന്നെയാണ്. വ്യക്തമായ ഉത്തരങ്ങൾ നൽകുമോ, വ്യക്തമായ ഉത്തരങ്ങൾ പോലീസിന് കിട്ടുമോ എന്നതടക്കമുള്ളത് ചോദ്യം തന്നെയാണ്. എന്തായാലും വൈകുന്നേരം 4 മണിവരെയാണ് ചോദ്യം ചെയ്യൽ. ഈ മണിക്കൂറുകളൊക്കെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതീവ രഹസ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ കോടതി മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന്. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനം ഫോൺ പരിശോധന, അതുപോലെ തന്നെ അത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചോദ്യങ്ങൾക്ക് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ എന്ത് മറുപടി നൽകുമെന്നതും പ്രധാനം തന്നെയാണ്. മാത്രമല്ല, ഇതിനിടയിൽ നിർണായകമായ നീക്കം ആദ്യ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നു. ഇതേ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് രാഹുലിനെതിരെ ആദ്യ പരാതിക്കാരി നീങ്ങുകയാണ്. കേസിൽ രാഹുലിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ ചോദ്യം ചെയ്താണ് യുവതി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനുള്ള നിയമ നടപടികൾ യുവതി തുടങ്ങിക്കഴിഞ്ഞു. അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷം വൈകാതെ തന്നെ അപ്പീൽ സമർപ്പിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഗർഭചിത്രത്തിനായി പരാതിക്കാരി സ്വമേധയാണ് മരുന്ന് കഴിച്ചതെന്നുമുള്ള നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇത്തരം കാര്യങ്ങളിൽ വിചാരണ കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിരീക്ഷണങ്ങളെ കൂടി വെല്ലുവിളിച്ചാകും യുവതി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. എന്തായാലും MLAക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നു. രാഹുലിനെതിരെ ഉയർന്ന ആദ്യ ബലാത്സംഗ പരാതിയാണിത്. അവിടെ ആ പരാതിയിലാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കോടതി രാഹുലിന്റെ അറസ്റ്റ് വിലക്കിയിരുന്നു. ഈ മാസം 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അന്ന് മൊബൈൽ ഫോൺ സമർപ്പിക്കണം എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഒപ്പം കേരളം വിട്ടു പോകരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കാനും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താമെന്നും കോടതി വ്യക്തമാക്കി. അപ്പോൾ എപ്പോഴാണ് ലൈംഗിക ശേഷി പരിശോധന നടത്തുക എന്നതും ചോദ്യമാണ്. ഈ ഒരു ഘട്ടം, അതായത് ഒരു ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം, അത് കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ പരിശോധന നടത്തുക. എന്തായാലും ഈ ദിവസങ്ങളിൽ ലൈംഗിക ശേഷി പരിശോധന ഉണ്ടാകും. ചോദ്യം ചെയ്യൽ തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട്, ചോദ്യാവലിയുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് രാഹുൽ നൽകുന്ന മറുപടി
ഏറ്റവും നിർണായകമായി മാറുകയാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ച രാവിലെ 10നും 11നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ 2ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും 3ാം ബലാത്സംഗ കേസിൽ ജാമ്യവും രാഹുലിന് കിട്ടിയിരുന്നു. ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത 3 പീഡന കേസിലും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. രാഹുൽ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഗർഭചിത്രം നിർബന്ധിച്ചെന്നും ആരോപിച്ച് അതിജീവിത നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി അനുവദിച്ചില്ല. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെ നിന്നും തിരിച്ചടി. ഇനി നേരെ സുപ്രീം കോടതിയിലേക്ക് ആദ്യ പരാതിക്കാരി ചെല്ലുന്നു. സുപ്രീം കോടതിയിൽ രാഹുലിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യമായി മാറുകയാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും അതിജീവിതയുമായി ഉണ്ടായിരുന്നതെന്ന് ആവർത്തിച്ച രാഹുലിന്റെ വാദം കോടതി ശരിവയ്ക്കുകയായിരുന്നു. ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ പരാതി നൽകിയെന്നും രാഹുൽ വാദിച്ചു. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. തനിക്കെതിരെയുള്ള അന്വേഷണത്തിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ഏറെ വൈകി നൽകിയ പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളും രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും എന്തായാലും ആ ഒരു നിർദ്ദേശം അനുസരിച്ച് ഹാജരായിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. ഉപാധികൾ അനുസരിച്ച് രാഹുൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി രാഹുലിന്റെ ഫോൺ പരിശോധന, അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 16, 17, 18 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ ചോദ്യം ചെയ്യലിനാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. എന്തായാലും ആ ഒരു നിർദ്ദേശം പാലിക്കപ്പെട്ടിരിക്കുന്നു. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഗർഭചിത്രം യുവതിയുടെ സമ്മതപ്രകാരമാണെന്നും മരുന്ന് എത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമാണെന്നും ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണ്. രാഹുലാണ് മരുന്ന് എത്തിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നു കാരണമെന്ന് പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ നിരന്തര കുറ്റവാളിയെന്ന് സർക്കാരിന് വേണ്ടി DGP വാദിച്ചെങ്കിലും ഈ കേസിന് ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചു. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമായി പരാതി നൽകുകയും മാത്രമല്ല അത്തരത്തിലുള്ള പരാതി നൽകുന്നത് നിലനിൽക്കില്ലെന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി നിരീക്ഷണം എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം ഈ കേസിൽ. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദവും കോടതി അംഗീകരിച്ചു. രാഹുൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും മുൻകൂർ ജാമ്യം കിട്ടിയാൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുമായിരുന്നു പരാതിക്കാരിയുടെയും പോലീസിന്റെ വാദം. പരാതിക്കാരിയുടെ മൊഴി പരിശോധിച്ച് കോടതി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. എന്തായാലും നിർണായക നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരിയുടെ സമ്മതത്തോടെ ആയിരുന്നുവെന്നും ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണ വേളയിലാണ് തെളിയേണ്ടതെന്നുമാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 2025 ജനുവരിയിലാണ് പ്രതിയും പരാതിക്കാരിയും പരിചയത്തിലാവുന്നതും അടുക്കുന്നതും. ജനുവരി ഒടുവിൽ പ്രതിയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പരാതിക്കാരി 2 ദിവസം താമസിച്ചിട്ടുണ്ട്. മാർച്ചിൽ പ്രതി പരാതിക്കാരിയുടെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തി താമസിച്ചിരുന്നു. മാർച്ച് പകുതിയോടെയും പ്രതി പരാതിക്കാരിയുടെ വീട്ടിലെത്തി. ഈ സമയത്ത് തങ്ങൾ തമ്മിലുള്ള അടുപ്പം ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദ്യം ചെയ്ത് എന്നും ബലമായി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നും പരാതിക്കാരി പറയുന്നു. പിന്നീട് ഏപ്രിൽ ഒടുവിൽ തന്റെ താമസ സ്ഥലത്ത് വെച്ച് ഒട്ടേറെ തവണ ലൈംഗിക ആക്രമണത്തിന് വിധേയയായി എന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെയ് മാസം ഒടുവിൽ ഹർജിക്കാരന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ പോയി 2 ദിവസം താമസിച്ചു എന്നും പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. 1 മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി വളരെയേറെ തകർന്നിരുന്നു എന്ന് പറയുന്ന പരാതിക്കാരി 1 മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നു എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇത്തരത്തിൽ ഒരുപാട് നിരീക്ഷണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകിയത്. എന്തായാലും ഉപാധികളോടെയുള്ള മുൻകൂർ ജാമ്യം രാഹുൽ മങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും അറസ്റ്റ് ചെയ്താൽ തന്നെ അത് അതായത് ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണം എന്ന ഒരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.